തിരുവനന്തപുരത്ത് കെ സ്വിഫ്റ്റ് കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനം. പാപ്പനംകോട് ഡിപ്പോയിലെ കണ്ടക്ടർ ശ്രീജിത്ത് എമ്മിനാണ് മർദ്ദനമേറ്റത്. ബസ്സിലെ യാത്രക്കാരനാണ് മർദ്ദിച്ചത്. വിവരങ്ങൾ നൽകാനായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, എന്തിന്റെ പേരിലാണ് ഈ യാത്രക്കാരൻ കണ്ടക്ടറെ മർദ്ദിച്ചത്? രജനി, ഇന്നലെ വൈകുന്നേരം 7:30 മണിയോടുകൂടി പൂന്തുറ ബസ് ഡിപ്പോയിൽ വെച്ചായിരുന്നു സംഭവം. 14-ാം തീയതി രാത്രി നടന്ന തർക്കത്തിന്റെ തുടർച്ചയാണ് ഇത്തരത്തിൽ കെ സ്വിഫ്റ്റ് കണ്ടക്ടറിന് ഗുരുതരമായിട്ട് മർദ്ദനമേൽക്കേണ്ടി വന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പൂന്തുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഇടിച്ചു എന്ന് പറയുന്ന ലിജോ 14-ാം തീയതി രാത്രി പാപ്പനംകോട് ഡിപ്പോയിൽ തന്നെ കെ സ്വിഫ്റ്റ് ബസ്സിൽ വെച്ച് ഒരു യാത്രക്കാരിയോട് മോശമായി പെരുമാറുകയുണ്ടായി. അതേ തുടർന്ന് ഈ കണ്ടക്ടർ ശ്രീജിത്തും അതോടൊപ്പം തന്നെ പ്രതി സിജോയും തമ്മിൽ ചെറിയ തർക്കമുണ്ടായി. തുടർന്ന് 15-ാം തീയതിയും ഇന്നലെയും തുടരെ ഈ ലിജോ ഈ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ബസ് പാപ്പനംകോട് നിന്നെടുത്ത് പൂന്തുറ ഡിപ്പോയിലേക്ക് കയറുന്ന സമയം ആളുകളൊക്കെ ഒഴിഞ്ഞ സമയമായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ ശ്രീജിത്തിനെ പുറകിൽ നിന്നും ഇടിവള വെച്ച് മർദ്ദിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ തലയിൽ 4 തയ്യലുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണിനും ചെവിക്കും പരിക്കേറ്റിട്ടുണ്ട്. മൂക്കിന്റെ പാലം ഇടിവള വെച്ച് ഇടിച്ച് തകർത്തു എന്നാണ് FIR-ൽ പറയുന്നത്. ഈ ലിജോ, അതായത് ശ്രീജിത്തിനെ ഇടിച്ച് പരിക്കേൽപ്പിച്ച ലിജോ കയ്യിൽ ഇടിവള കരുതിയിട്ടുണ്ടായിരുന്നു. ഈ ഇടിവള കയ്യിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ശ്രീജിത്തിന്റെ മൂക്കിനെ ഇടിച്ച് പൊട്ടിച്ചത് എന്നാണ് പരാതി. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ട്രിപ്പ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് 4000 രൂപ ലിജോയിൽ നിന്നും ഈടാക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഈ 3 ദിവസം ഇത്തരത്തിൽ ഈ ബസ്സിൽ തുടരെ കയറി, അതോടൊപ്പം തുടരെ 3 ദിവസം ശ്രീജിത്തിനെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ആരുമില്ലാത്ത സമയത്ത് കയ്യിൽ കരുതിയിരുന്ന ഇടിവള ഉപയോഗിച്ച് മൂക്കിനെ ഇടിച്ച് പൊട്ടിച്ചതെന്നാണ് പരാതി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീജിത്ത് ഇപ്പോൾ ചികിത്സയിലാണ്.